വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. മൂന്നാറിൽ നിയമപരമായ കയ്യേറ്റമൊഴിപ്പിക്കൽ തുടരുമെന്ന് കാനം രാജേന്ദ്രൻ. റവന്യൂ ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി ശാസിച്ചുവെന്ന വാർത്ത തെറ്റെന്നും കയ്യേറ്റമൊഴിപ്പിക്കാൻ JCB വേണ്ട, നിശ്ചയദാർഢ്യം മതിയെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. ഒഴിപ്പിക്കാൻ ഇപ്പോൾ എന്തിനാ JCB? അതിനൊന്നും ആവശ്യമില്ല. നല്ല നിശ്ചയദാർഢ്യം മതി. JCB ഇല്ലേലും ഒഴിപ്പിക്കാം. പ്രധാനപ്പെട്ട കാര്യം, അതായത് ഏതാ അപ്രധാനമായത്? റവന്യൂ മന്ത്രി നേരത്തെ ഉദ്യോഗസ്ഥന്മാരോട് ഈ കയ്യേറ്റ ഒഴിപ്പിക്കലുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അതേ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഇന്നലെ മുഖ്യമന്ത്രി ശാസിക്കുന്ന സ്ഥിതിയാണ് ഇന്നലത്തെ യോഗത്തിലുണ്ടായിരിക്കുന്നത്. നിങ്ങൾ കേട്ടോ? ഞാൻ കേട്ടില്ല. അല്ല, അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന വിവരം. നിങ്ങൾക്ക് കിട്ടുന്ന വിവരം എല്ലാം ശരിയായിരിക്കണമെന്നില്ല. കേൾക്കാൻ പറ്റില്ല. നിങ്ങൾ അറിയുന്ന വിവരം നിങ്ങൾ തെറ്റായി പ്രചരിപ്പിക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നവും ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊന്നുമില്ല. മൂന്നാറിൽ ഒരു കാരണവശാലും കയ്യേറ്റം അനുവദിക്കില്ലെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ഇക്കാര്യത്തിൽ സർക്കാർ ഉചിതമായ തീരുമാനമെടുത്ത് മുന്നേറുകയാണെന്നും മന്ത്രി പറഞ്ഞു. കയ്യേറ്റം യാതൊരു കാരണവശാലും അനുവദിക്കില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന് തന്നെയാണ് ഗവൺമെന്റ് തീരുമാനം. ഇന്നലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ റവന്യൂ മന്ത്രി ഉൾപ്പെടെ എല്ലാവരും പങ്കെടുത്ത് നടത്തിയ യോഗത്തിന്റെ തീരുമാനവും ഒരു കാരണവശാലും കയ്യേറ്റം അനുവദിക്കില്ല. കയ്യേറ്റം ഒഴിപ്പിക്കുക തന്നെ ചെയ്യും. അവിടെ ഗവൺമെന്റ് ആവശ്യമായ തീരുമാനമെടുത്ത് മുന്നോട്ട് പോവുകയാണ്. കയ്യേറ്റക്കാരനെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. ഈ കേരളത്തിലെ ഏറ്റവും വലിയ കയ്യേറ്റക്കാരിൽ ഒരാളാണ് അവിടെ കയ്യേറി കുരിശു വെച്ചത്. അവരെ ഒഴിപ്പിച്ചിരിക്കുകയാണ്. പുതുതായി ഇന്നലെ വരിക ഇന്ന് പോവുക ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കിയിട്ട് പറയാം. ഇടുക്കിയിൽ കയ്യേറ്റം ഒഴിപ്പിച്ച പാപ്പാത്തിച്ചോലയ്ക്ക് പോലീസ് സംരക്ഷണം. ASIയുടെ നേതൃത്വത്തിൽ 10 അംഗ പോലീസ് സംഘത്തെ നിയോഗിച്ചതായി ഇടുക്കി പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കി. അതേസമയം പാപ്പാത്തിച്ചോലയിൽ ഇന്നലെ സ്ഥാപിച്ച മരക്കുരിശ് കാണാതായി. കുരിശ് സ്ഥാപിച്ച 2 സ്പിരിറ്റ് ഇൻ ജീസസ് പ്രവർത്തകർ കസ്റ്റഡിയിലുമായി. MK മുനീറിനെ പ്രതിപക്ഷ ഉപനേതാവാക്കും. ലീഗിന്റെ നിയമസഭാ കക്ഷി നേതാവായി മുനീറിനെ തെരഞ്ഞെടുത്തു. VK ഇബ്രാഹിം കുഞ്ഞിനെ നിയമസഭാ കക്ഷി ഉപനേതാവായും M ഉമ്മറിനെ വിപ്പായും തെരഞ്ഞെടുത്തു. മലപ്പുറത്ത് ചേർന്ന ലീഗ് യോഗത്തിലാണ് തീരുമാനം. ഹൈദരലി ശിഹാബ് തങ്ങൾ ഓരോ MLA-മാരെയും വിളിച്ച് പ്രത്യേകം ചർച്ച നടത്തിയതിനു ശേഷമാണ് MK മുനീറിനെ MLA സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തത്. യെച്ചൂരിയുടെ രാജ്യസഭാ അംഗത്വത്തിന് കോൺഗ്രസ് പിന്തുണ തേടിയെന്ന വാർത്തകൾ തെറ്റെന്ന് S രാമചന്ദ്രൻ പിള്ള. പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് രാജ്യസഭയിലേക്ക് പോകാൻ കോൺഗ്രസ് പിന്തുണ തേടേണ്ട സാഹചര്യമില്ലെന്നും SRP വ്യക്തമാക്കി. രാഷ്ട്രപതി സ്ഥാനത്തേക്ക് പൊതുസമ്മതനെ നിർത്താനുള്ള പ്രതിപക്ഷ പാർട്ടികളുടെ ചർച്ചകൾ ദില്ലിയിൽ സജീവമാകുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി, ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ തുടങ്ങിയവർ പ്രാഥമിക ചർച്ചകൾ നടത്തി. സംയുക്തമായി സ്ഥാനാർത്ഥിയെ നിർത്തുന്ന കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചന. ജൂലൈ 25-ന് രാഷ്ട്രപതിയായുള്ള പ്രണബ് മുഖർജിയുടെ കാലാവധി അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പ്രസിഡന്റിനായുള്ള ചർച്ചകൾ സജീവമാകുന്നത്. BJP നേതൃത്വം നൽകുന്ന NDAക്ക് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ മേൽക്കൈയുണ്ടെങ്കിലും ഒറ്റയ്ക്ക് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാനുള്ള വോട്ടിംഗ് ബലം കുറവ്. ഈ പശ്ചാത്തലത്തിൽ NDA സ്ഥാനാർത്ഥിക്കെതിരെ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി നീങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. ഇരു മുന്നണികളിലുമില്ലാത്ത CPIM അടക്കമുള്ള ഇടതു പാർട്ടികൾ, BSP, സമാജ്വാദി, തൃണമൂൽ കോൺഗ്രസ്, AIADMK തുടങ്ങിയവരുടെ പിന്തുണ നിർണായകം. സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾക്ക് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി തുടക്കമിട്ട് കഴിഞ്ഞു. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി സോണിയാഗാന്ധി സംസാരിച്ചു. പൊതുസമ്മതനെ നിർത്തിയാൽ പിന്തുണയ്ക്കാം എന്ന നിലപാടിലാണ് CPIM. JDU നേതാവും ബീഹാർ മുഖ്യമന്ത്രിയുമായ നിതീഷ് കുമാറും സോണിയാഗാന്ധിയെ കണ്ടു. രാജ്യസഭാ അംഗം ശരത് യാദവിനെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കുക എന്ന ആലോചനയാണ് നിതീഷ് കുമാറിനുള്ളത്. വിവിധ പ്രതിപക്ഷ പാർട്ടികളും പലരെയും ഉയർത്തിക്കാട്ടുന്നു. ഇക്കാര്യത്തിൽ ഏക അഭിപ്രായത്തിലെത്തണം. ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് സൂചന. RSS നേതാവ് മോഹൻ ഭഗവത് അടക്കമുള്ളവരുടെ പേരുകൾ വിവിധ സംഘപരിവാർ സംഘടനകൾ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നുണ്ട്. പക്ഷേ പ്രതിപക്ഷ പാർട്ടികൾ സംയുക്തമായി ഒരു പൊതുസമ്മതനെ നിർത്തിയാൽ NDAയുടെ രാഷ്ട്രപതി നീക്കങ്ങൾക്ക് അത് തടസ്സമാകും. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്. ദില്ലി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നാളെ. പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലങ്ങൾ BJPക്ക് അനുകൂലമാണ്. എന്നാൽ വിമത സ്ഥാനാർത്ഥികൾ BJPക്ക് തലവേദന സൃഷ്ടിക്കുകയാണ്. രാജ്യതലസ്ഥാനത്തെ 96% മേഖലകളും ഉൾക്കൊള്ളുന്ന 3 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ്. 272 വാർഡുകളിലേക്ക് 2315 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. നിലവിലെ ഭരണകക്ഷിയായ BJPയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഏറ്റുമുട്ടുന്ന ത്രികോണ മത്സരമാണ് ഇത്തവണ.
ആം ആദ്മി പാർട്ടിയിൽ നിന്നും തെറ്റിപ്പിരിഞ്ഞ യോഗേന്ദ്ര യാദവിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സ്വരാജ് ഇന്ത്യയും മത്സരരംഗത്തുണ്ട്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടിയ ആം ആദ്മി പാർട്ടി MCD തിരഞ്ഞെടുപ്പിൽ കന്നി അംഗത്തിനിറങ്ങുമ്പോൾ കാര്യങ്ങൾ അത്ര അനുകൂലമല്ല. രജൌരി ഗാർഡൻ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടതും ആം ആദ്മി പാർട്ടിയുടെ പ്രതീക്ഷയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നിയമസഭാ തിരഞ്ഞെടുപ്പിലും തകർന്നടിഞ്ഞ കോൺഗ്രസിനും MCD തിരഞ്ഞെടുപ്പ് ജീവൻ മരണ പോരാട്ടമാണ്. രജൌരി ഗാർഡൻ ഉപതെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തെത്താനായത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. 10 വർഷമായി മുനിസിപ്പൽ കോർപ്പറേഷൻ ഭരിക്കുന്ന BJPക്ക് ഭരണവിരുദ്ധ വികാരം മറികടന്ന് അധികാരം നിലനിർത്താനാകുമെന്നാണ് പുറത്തുവന്ന അഭിപ്രായ സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത്. ടൈംസ് നൗ VMR സർവേ ആകെയുള്ള 272 വാർഡുകളിൽ BJPക്ക് 195ഉം ആം ആദ്മി പാർട്ടിക്ക് 55ഉം കോൺഗ്രസിന് 15ഉം ഇടത്ത് വിജയം പ്രവചിക്കുന്നു. BJP 179, ആം ആദ്മി പാർട്ടി 45, കോൺഗ്രസ് 26 എന്നതാണ് ABP സി വോട്ടർ സർവേ ഫലം. ന്യൂസ് ബ്യൂറോ, ദില്ലി. മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം മേഖലാ യോഗമാണ് ഇന്ന് നടക്കുന്നത്. ടെക്നോ പാർക്കിലെ പാർക്ക് സെന്ററിൽ വൈകിട്ട് 3-നാണ് യോഗം. പോലീസിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി നടക്കുന്ന യോഗത്തിൽ SIമാർ മുതലുള്ള ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. പോലീസിനെതിരെയുള്ള വിമർശനങ്ങളും ചർച്ചയാവുന്ന യോഗത്തിൽ സർക്കാരിന്റെ പോലീസ് നയം മുഖ്യമന്ത്രി വിശദീകരിക്കും. മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കുന്ന താഴെത്തട്ടിലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം സംസ്ഥാനത്ത് ആദ്യമായാണ് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ മറ്റു മേഖലകളിലും യോഗം നടക്കുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാ യോഗങ്ങളിലും പങ്കെടുക്കും. ബാഹുബലി 2ാം ഭാഗത്തിന്റെ കർണാടകത്തിലെ റിലീസിംഗ് അനിശ്ചിതത്വത്തിൽ. കാവേരി പ്രശ്നവുമായി ബന്ധപ്പെട്ട് നടൻ സത്യരാജിന്റെ മാപ്പപേക്ഷ അംഗീകരിക്കില്ലെന്ന് കന്നഡ സംഘടനകൾ വ്യക്തമാക്കി. ബാഹുബലി ഉൾപ്പെടെ എല്ലാ തമിഴ് ചിത്രങ്ങളും ബഹിഷ്കരിക്കുമെന്ന് കർണാടക സംഘടനകൾ അറിയിച്ചു. 9 വർഷം മുമ്പ് സത്യരാജ് നടത്തിയ ഒരു പ്രസ്താവനയാണ് ബാഹുബലിയെയും ഒപ്പം തമിഴ് സിനിമയാകെ പുലിവാല് പിടിപ്പിച്ചിരിക്കുന്നത്. താൻ നടത്തിയ പ്രസ്താവനയ്ക്ക് മാപ്പപേക്ഷയുമായി സത്യരാജ് രംഗത്തെത്തിയെങ്കിലും മാപ്പപേക്ഷ അംഗീകരിക്കാനാകില്ലെന്നാണ് കന്നഡ സംഘടനകളുടെ നിലപാട്. ബാഹുബലി മാത്രമല്ല എല്ലാ തമിഴ് ചിത്രങ്ങളും ബഹിഷ്കരിക്കാനാണ് കർണാടക സംഘടനകളുടെ തീരുമാനം. കർണാടക ജനതയുടെ വികാരം വ്രണപ്പെടുത്തുന്ന പരാമർശമാണ് സത്യരാജ് നടത്തിയതെന്നും അതിനാൽ തന്നെ ബാഹുബലി റിലീസിംഗ് ദിവസത്തിൽ തിയേറ്ററുകൾ അടച്ചു പ്രതിഷേധിക്കുമെന്നും സംഘടനകൾ വ്യക്തമാക്കി. കർണാടകത്തിലെ ജനങ്ങളോട് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ബാഹുബലി 2ാം ഭാഗം സംസ്ഥാനത്ത് റിലീസ് ചെയ്യാൻ അനുവദിക്കില്ലെന്ന ഭീഷണിയുമായി ഒരു വിഭാഗം നേരത്തെ രംഗത്തെത്തിയിരുന്നു. ചിത്രം റിലീസ് ചെയ്യുന്ന ഏപ്രിൽ 28-ന് വിവിധ കന്നഡ സംഘടനകളുടെ നേതൃത്വത്തിൽ ബന്ദിനും ആഹ്വാനം ചെയ്തിരുന്നു. തുടർന്നാണ് താരം നേരിട്ട് രംഗത്തെത്തിയത്. ഒരാൾ നടത്തിയ അഭിപ്രായ പ്രകടനത്തിന്റെ പേരിൽ സിനിമയെ ആകെ ആക്രമിക്കുന്നത് അന്യായമാണെന്ന് ബാഹുബലിയുടെ സംവിധായകൻ രാജമൌലിയും അഭിപ്രായപ്പെട്ടിരുന്നു. എന്നാൽ ഇപ്പോൾ സത്യരാജിന്റെ മാപ്പപേക്ഷ തള്ളിയതോടുകൂടി ബാഹുബലി മാത്രമല്ല തമിഴ് സിനിമാ ലോകമാകെ പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയാണ്. ന്യൂസ് ഡെസ്ക്.